വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സാധനം വെച്ചിട്ട് ഒരു കിടിലം ഐറ്റം ഉണ്ടാക്കാൻ പോകണം. ഇതെന്താണ് അറിയാം, നേന്ത്രപ്പഴമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു വജ്ജല്ല എന്തിനു പറയാം, പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കണ്ടോളിട്ടോ, നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് മൈദമാവാണ്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് കുറച്ച് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു പരിപാടി കിടിലൻ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. നല്ല ക്രിസ്പിയായ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ശകലം മൈദപ്പൊടി, അരിപ്പൊടി, ശകലം അരിപ്പൊടി, ഇനി നല്ലോണം ഒന്ന് കുഴച്ച് ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് അതിസുന്ദരമായ പഴംപൊരി ഇപ്പോൾ റെഡിയാവും. അപ്പസോഡ, ശകല അപ്പസോഡ. അത് കഴിഞ്ഞ് നമ്മളിപ്പം മാവ് കുഴക്കാൻ പോകണം. കളർ പൊടി ഇടുന്നില്ല, മഞ്ഞപ്പൊടി ഇടുന്നത് ശകലം. മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള വെള്ളം. അതുകൊണ്ടൊന്ന് ക്രഷ് ചെയ്യുക, എന്താ മിക്സാക്കുക. ഉപ്പ്, മൈദപ്പൊടി, അരിപ്പൊടി എല്ലാം ഒന്ന് മിക്സാക്കുക. ആവശ്യത്തിനുള്ള വെള്ളം. അങ്ങനെ നമ്മളെ മാവ് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. കുഴച്ച് നല്ല കുഴക്കണം. അപ്പോൾ ഈ മുറിച്ച് വെച്ച പഴം അതിലിട്ട് കുഴച്ചിട്ട് എണ്ണയിലിടുക. നമ്മളെ മാവ് നല്ല പദം വന്നിട്ടുണ്ട്. ഇനി ഇത് അതിൽ മുക്കി എണ്ണയിലിടുക. അത്രേ ഉള്ളൂ പരിപാടി. അതിസുന്ദരമായ കായ, നല്ല പഴുത്ത കായ. അത് നമ്മൾ ഈ ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നു. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ചൂടായതിൻ്റെ ശേഷം നമ്മളിത് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ വലിയ അതിഗംഭീരമായിട്ടൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആവശ്യത്തിന് കുറച്ചുണ്ടാക്കണമല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഓരോന്നൊക്കെ ഉണ്ടാക്കി തിന്നാൽ നമ്മളിപ്പോൾ ഒരു 6 മണിക്കുള്ള ചായയാണ്. രാത്രി വൈകുന്നേരം മോന്തിക്ക് 6 മണിയാണ്. 4 മണിക്ക് വേറെ. ഇതിപ്പോൾ അങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഇടാൻ പോകണം. അങ്ങനെ നമ്മളൊന്നിട്ടു. ഇനി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടും. അങ്ങനെ ഇട്ടിട്ട് ഫുള്ളാക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 ഇനി അങ്ങനെ ഓരോന്നിട്ട് 5-6 അത് കോരിയതിൻ്റെ ശേഷം വീണ്ടും ഒരു പ്രാവശ്യം നമ്മൾ എടുക്കും. ഒന്നിങ്ങനെ മൂത്ത് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് കോരി നമ്മൾ ഇല്ല തോരാറായിട്ടില്ല. അപ്പോൾ ഒരുമാതിരി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. മറിച്ചിടണം. മറിച്ചിട്ട ശേഷം ഇതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം മൊരിഞ്ഞ് വന്ന ഉടനെ നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റും. വീണ്ടും അങ്ങനെ അത് കോരിയെടുത്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് അതിലേക്ക് ഇടുകയാണ്. അങ്ങനെ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കി. നല്ല ടേസ്റ്റാണ്, അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇത് മൈദപ്പൊടി, അരിപ്പൊടി, ഉപ്പ് ഒക്കെ എടുത്തതാണ്. നല്ല മധുര ഓവറാണ്, നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചായക്കടിയൊക്കെ ഉണ്ടാക്കുക. വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ പറയാനുള്ള എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഏറെക്കുറെ അവസാനം ആയി. ഇതാണ് സാധനം. അടുത്തൊരു വീഡിയോയുമായി വരുമ്പോൾ എല്ലാവരും ബൈ ബൈ.